വലിയ മരങ്ങൾ തട്ടി ആരും മറിഞ്ഞു വീഴാറില്ല. പലപ്പോഴും നമ്മൾ വീഴുന്നത് മരങ്ങളുടെ വേര് തട്ടിയാണ്. രാഷ്ട്രീയവും അതുപോലെ തന്നെയാണ്. വലിയ വികസന പദ്ധതികളോ വലിയ പാലങ്ങളോ കെട്ടിടങ്ങളോ അല്ല ഒരു സർക്കാരിൻ്റെ പരാജയം നിശ്ചയിക്കുന്നത്. പകരം നമ്മൾ ചെറുതെന്നും പറഞ്ഞ് മാറ്റി നിർത്തുന്ന പല കാരണങ്ങളുണ്ട്. ഒരു പാവപ്പെട്ടവൻ്റെ നോക്കുകൂലി തർക്കം, പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചെറിയൊരു മോശം പെരുമാറ്റം, അല്ലെങ്കിൽ ഒരു ഫയലിൽ ഒപ്പിടാൻ കാണിക്കുന്ന അനാസ്ഥ, ഇങ്ങനെയുള്ള ചെറിയ വേരുകൾ മതി ജനങ്ങൾക്ക് നമ്മളെ തട്ടി വീഴ്ത്താൻ. നമ്മൾ നിസ്സാരമെന്ന് കരുതിയ ചെറിയ കാര്യങ്ങൾ മതി ഈ പ്രസ്ഥാനത്തെ ജനങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടിയിട്ട്. നമസ്കാരം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഒരു ഇടതുപക്ഷ അനുഭാവി എന്ന നിലയിൽ എനിക്കുണ്ടായ അതേ വിഷമം നിങ്ങളിൽ പലർക്കും കാണുമെന്ന് എനിക്കറിയാം. കേരളം കണ്ട ഏറ്റവും വലിയ വികസന പ്രവർത്തനം നടന്ന ഏകദേശം 10ഓളം വർഷങ്ങൾ. എന്നിട്ടും എന്തുകൊണ്ട് ജനങ്ങൾ നമ്മളെ കൈവിട്ടു? LDF ഇത്ര വലിയ പരാജയം നേരിടുന്നത് എന്തുകൊണ്ടാണ്? ഒരു അനുഭാവി എന്ന നിലയിൽ പ്രസ്ഥാനം തിരുത്തേണ്ട കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ബാധ്യത എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു വിമർശനമല്ല, ഇതൊരു ആത്മപരിശോധനയാണ്. നമ്മൾ ആദ്യമായി കാണേണ്ടത് ജനങ്ങളിൽ നിന്നും പ്രസ്ഥാനം എത്രത്തോളം അകന്നുപോയി എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കേണ്ട ഒന്നാണ്. പക്ഷേ ഭരണത്തിൻ്റെ രണ്ടാം ഊഴത്തിൽ പലപ്പോഴും നേതൃത്വത്തിന് ഒരുതരം പ്രായോഗിക ധാർഷ്ട്യം വന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ പേരിൽ വഴിയിൽ ജനങ്ങളെ തടയുന്നതും കറുത്ത തുണി പോലും നിരോധിക്കുന്നതും നമ്മൾ കണ്ടു. സാധാരണക്കാരുടെ മുഖ്യമന്ത്രി എന്ന ഇമേജിൽ നിന്നും അദ്ദേഹം ഒരു അകലത്തിലേക്ക് മാറി. സഖാക്കളെ, ജനങ്ങളിൽ നിന്ന് അകറ്റുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ ജനങ്ങൾ ഭയപ്പെടും, പക്ഷേ സ്നേഹിക്കില്ല. ആ ഒരു ഭയം വോട്ടായി മാറില്ലെന്ന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണമായിരുന്നു. അടുത്തത് നമ്മുടെ സംഘടനകളുടെ പ്രവർത്തന ശൈലിയാണ്. നോക്കൂ, CITU തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ ആർക്കും തള്ളിക്കളയാനാവില്ല. പക്ഷേ താഴെത്തട്ടിൽ ചിലയിടങ്ങളിൽ നടന്ന കാര്യങ്ങൾ പ്രസ്ഥാനത്തെ ശരിക്കും ചീത്തപ്പേരുണ്ടാക്കി. നോക്കൂലി എന്ന വിപത്ത് പൂർണ്ണമായി തുടച്ചു നീക്കാൻ നമുക്ക് കഴിഞ്ഞോ? ഒരു സാധാരണക്കാരൻ ഒരു വീട് പണിയുമ്പോഴോ ഒരു യുവാവ് ചെറിയൊരു സംരംഭം തുടങ്ങുമ്പോഴോ യൂണിയൻ കാണിക്കുന്ന പിടിവാശികൾ അവരെ പ്രസ്ഥാനത്തിനെതിരാക്കി. ഭരണമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തുമാകാം എന്ന ചില നേതാക്കളുടെ ചിന്താഗതിയാണ് ഇന്ന് ഈ കാണുന്ന വലിയൊരു തിരിച്ചടിക്ക് ഒരു പ്രധാന കാരണം. വ്യവസായം തുടങ്ങാൻ വരുന്നവരെ ശത്രുക്കളെ കാണുന്ന രീതി നമ്മൾ മാറ്റിയേ പറ്റൂ. ഏറ്റവും വേദനയോടെ പറയേണ്ടത് നമ്മുടെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ചാണ്. നമ്മുടെ പോലീസ് സംവിധാനം പലപ്പോഴും വലതുപക്ഷ സർക്കാരുകളെ പോലെയാണ് പെരുമാറിയതെന്നാണ് അനുഭവങ്ങൾ പറയുന്നത്. കസ്റ്റഡി മരണങ്ങളും സാധാരണക്കാരുടെ പോലീസിൻ്റെ ധിക്കാരം നിറഞ്ഞ പെരുമാറ്റങ്ങളും ഇതൊക്കെ ഒരു ഇടതുപക്ഷ സർക്കാരിന് ചെയ്തതാണോ? ഹൈക്കോടതി പോലും പലതവണ പോലീസിനെ വിമർശിച്ചു. ADGP അജിത് കുമാറിനെ പോലുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വന്നപ്പോൾ കൃത്യമായ നടപടിയെടുക്കാൻ നമ്മൾ വൈകിപ്പോയി. നീതി ലഭിക്കില്ലെന്ന് ജനങ്ങൾക്ക് തോന്നി തുടങ്ങിയാൽ അവർ മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അഴിമതി ആരോപണങ്ങൾ വരുമ്പോഴും അത് വെറും രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ സാധാരണക്കാരുടെ ഇടയിൽ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നമ്മൾ മറന്നുപോയി. സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പുകൾ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ വിശ്വാസ്യതയാണ് ശരിക്കും ബാധിച്ചത്. പാവപ്പെട്ട സഖാക്കൾ അവരുടെ ജീവിത സമ്പാദ്യം നിക്ഷേപിച്ചതുമാണത്. അവിടെ അഴിമതി നടന്നു എന്ന് കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദനകൾ നമ്മൾ കാണാതെ പോയി. മാസപ്പടി വിവാഹത്തിലായാലും സ്വർണ്ണക്കടത്തിലായാലും ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ വസ്തുതകൾ വിശദീകരിക്കാൻ നമുക്ക് സാധിച്ചില്ല എന്ന് വേണം നമുക്ക് പറയാൻ. പാർട്ടിക്കുള്ളിലെ വിമർശനങ്ങൾ. കണ്ണൂരിലെ പയ്യന്നൂരിലും തളിപ്പറമ്പിൽ നമ്മൾ കണ്ടത് എന്താണ്? അഴിമതിക്കെതിരെ ശബ്ദമുയർന്ന സഖാക്കളെ ഒതുക്കുന്ന ഒരു രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്നതല്ല. വ്യക്തിപൂജയ്ക്ക് പ്രസ്ഥാനത്തിന് സ്ഥാനമില്ലെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ എല്ലായിടത്തും ഒരു വ്യക്തിയിലേക്ക് മാത്രം കാര്യങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ താഴെത്തട്ടിലെ സഖാക്കളുടെ ശബ്ദം കേൾക്കാൻ ആരും ഉണ്ടായില്ല. ഈ ഒരു പരാജയം ആ സഖാക്കളുടെ കൂടി പ്രതിഷേധമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സഖാക്കളെ, അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. വലിയ മരങ്ങൾ തട്ടി ആരും മറിഞ്ഞു വീഴാറില്ല. പലപ്പോഴും നമ്മൾ വീഴുന്നത് മരങ്ങളുടെ വേര് തട്ടിയാണ്. രാഷ്ട്രീയവും അതുപോലെ തന്നെയാണ്. വലിയ വികസന പദ്ധതികളോ വലിയ പാലങ്ങളോ കെട്ടിടങ്ങളോ അല്ല ഒരു സർക്കാരിൻ്റെ പരാജയം നിശ്ചയിക്കുന്നത്. പകരം നമ്മൾ ചെറുതെന്നും പറഞ്ഞ് മാറ്റി നിർത്തുന്ന പല കാരണങ്ങളുണ്ട്. ഒരു പാവപ്പെട്ടവൻ്റെ നോക്കുകൂലി തർക്കം, പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചെറിയൊരു മോശം പെരുമാറ്റം, അല്ലെങ്കിൽ ഒരു ഫയലിൽ ഒപ്പിടാൻ കാണിക്കുന്ന അനാസ്ഥ, ഇങ്ങനെയുള്ള ചെറിയ വേരുകൾ മതി ജനങ്ങൾക്ക് നമ്മളെ തട്ടി വീഴ്ത്താൻ. നമ്മൾ നിസ്സാരമെന്ന് കരുതിയ ചെറിയ കാര്യങ്ങൾ മതി ഈ പ്രസ്ഥാനത്തെ ജനങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ പരാജയം ഒരു പതനമല്ല, മറിച്ച് തിരിച്ചുപോക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അഹങ്കാരം വെടിഞ്ഞ് ജനങ്ങളിലേക്ക് മടങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന പഴയ ആ പ്രസ്ഥാനമായി നമ്മൾ മാറണം. തെറ്റുകൾ തിരുത്തി നമ്മൾ മടങ്ങി വരും. കാരണം കേരളത്തിൻ്റെ മണ്ണിൽ ഇടതുപക്ഷത്തിൻ്റെ കാവൽ എന്നും ആവശ്യമാണ്. പക്ഷേ അത് ജനങ്ങളെ ഭരിക്കുന്നവരല്ല, ജനങ്ങളെ സ്നേഹിക്കുന്നവരായിരിക്കണം. ലാൽ സലാം.